ഹലോ, എന്താണ് വിശേഷം? ദുബായിലെ ഈ ഒരു ലോകത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് എത്ര പേരുണ്ട്? എന്താണ് ഈ ലോകത്തിലുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? സോ ലെറ്റ് സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ദ റിവർലാൻഡ് ദുബായ്. ചുമ്മാതെ എക്സ്പ്ലോർ ചെയ്യാനല്ല, ഈ റോബോട്ടിക് കോഫി മേക്കേർ തൊട്ട് ഈച്ച് കോർണർ ഓഫ് റിവർലാൻഡ്. എന്താ റെഡിയല്ലേ? കാഴ്ചകളൊക്കെ കണ്ടാലോ? ദുബായിലെ ഒരു വണ്ടർഫുൾ ഡെസ്റ്റിനേഷനാണ് റിവർലാൻഡ്. തണുപ്പ് സമയമായതുകൊണ്ട് റിവർലാൻഡ് നമുക്ക് കുറച്ചും കൂടെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നടന്ന് എല്ലായിടവും കാണാം. ക്രിസ്മസ് ടൈമിംഗ് ഒക്കെ ആയതുകൊണ്ട്, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അതുകൊണ്ട് അവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. LED ലൈറ്റ്സ് കൊണ്ടുള്ള റെയിൻഡീർസ്, ചാരിയോട്ട്, അങ്ങനെ ഒത്തിരി 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 ഭംഗിയുള്ള കാഴ്ചകൾ. ഈ ഡെക്കറേഷനൊക്കെ കാണുമ്പോൾ നമ്മുടെ തലയിൽ സ്വാഭാവികമായിട്ട് ഒരു ബൾബ് കത്തും. ഒരു ഫോട്ടോ എടുത്താൽ എന്താ ഭംഗിയുണ്ടാവില്ലേ? അപ്പോൾ പിന്നെ ഫോട്ടോയ്ക്ക് അങ്ങ് പോസ് ചെയ്തേക്കാം. ഫോട്ടോയ്ക്ക് നോർമലി പോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മഞ്ഞ മഞ്ഞ ബൾബുകൾ, മിന്നി മിന്നി കത്തുന്ന ബലൂൺ കണ്ടു. അത് ഞാൻ തക്കുവിനെ കാണിച്ചില്ല കേട്ടോ, എന്തിനാ വെറുതെ കീശ കാലിയാക്കുന്നത്. മെയിൻ അട്രാക്ഷൻ, അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് റിവർ സൈഡിൽ കൂടെയുള്ള വാക്ക്. പിന്നെ ഈ റിവറിൽ കൂടെ നമുക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്ന് യാത്ര ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മെയിൻലി റിവർലാൻഡിൽ പോകണം എന്ന് വിചാരിച്ചത് ഇതിനകത്തിൽ കൂടെയുള്ള ഒരു ബോട്ട് യാത്ര പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഞാൻ അന്ന് ചെന്നപ്പോഴത്തേക്കും രാത്രിയായി. സോ എനിക്ക് വെള്ളത്തിൽ കൂടെ പോകാൻ സാധിച്ചില്ല. അതിനെന്താ ദാസ, ഇനി സമയമുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ എന്ന് ഞാൻ സ്വയമേ എന്നെ സമാധാനപ്പെടുത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നുപെട്ടത് ഒരു വലിയ ദിനോസറിൻ്റെ വായിലാണ്. ഈ ദിനോസർ സ്റ്റാച്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ദിനോസേഴ്സ് ആണെന്നേ നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എൻട്രി ഫീസ് ഉണ്ട്, 25 ദിറംസ് ആണ്. ദിനോസറിനെയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് മൈൻഡ് ബ്ലോയിങ് സൂപ്പർ ഡൂപ്പർ സീൻസിലേക്കാണ്. എന്തൊക്കെയാണെന്നല്ലേ, ലോകം മുഴുവൻ കാണാൻ സാധിക്കും ഈ ഒരു മിനി വേൾഡിൽ. കണ്ടാലോ ലോകം മുഴുവൻ? ലോകം മുഴുവൻ എന്ന് പറയുന്നത് ഒരു തള്ളായി പോയോ? എങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ബ്യൂട്ടിഫുൾ വണ്ടേഴ്സ് ഇൻ ദ വേൾഡ്. കണ്ടാലോ? ഡ്രാക്കുള ഡ്രാക്കുള എന്ന് പറയുന്ന കേൾക്കുന്നുണ്ടല്ലേ? ഡ്രാക്കുള ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഡ്രാക്കുള ക്യാസിലാണ്. ഈ കാണുന്ന ഓരോ വണ്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരെണ്ണം പോലും വിടാതെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മലേഷ്യയിൽ പോയി ട്വിൻ ടവേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, കൈപിടിച്ചോടുന്നു. എനിക്ക് പിന്നെ അവിടെ ഒന്നും പോവാതെ തന്നെ റിവർലാൻഡിൽ വന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ലോകം മൊത്തം ചുറ്റി കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. ഫേസ്ബുക്കിൽ ഇടുമ്പോൾ നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടൊക്കെ ഇടാം. ഞാൻ ലോകം മൊത്തം ചുറ്റി കണ്ടു, ഞാൻ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു, എപ്പിടി ഇരിക്കും എൻ്റെ ഐഡിയ. നമ്മുടെ മക്കള് കഥകളിലും കാർട്ടൂണുകളിലും മാത്രം കാണുന്ന ഈ വണ്ടേഴ്സ് റിവർലാൻഡിൽ വന്നൊന്ന് കാണിച്ചു കൊടുക്കുക. ഓഫ് കോഴ്സ് അവർക്ക് ഒരു അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് ആയിരിക്കും. അടുത്ത സ്പോട്ടാണ് മോഷൻ ഗേറ്റ്. ഇതിനകത്ത് കയറണമെങ്കിൽ വേറെ എൻട്രി ഫീസ് ഉണ്ട്. പുറമേ നിന്ന് കണ്ടത് വെച്ചിട്ട് എൻ്റെ ഒരു വിശകലനം വെച്ചിട്ട് നിങ്ങളോട് പറയുവാണെങ്കിൽ ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. പക്ഷേ അതിന് കയറാൻ നിന്നില്ല, കാരണം രാത്രിയിലാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒത്തിരി സമയം വേണം. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി ഒരിക്കൽ വരാം, എല്ലാം കാണാം എന്നൊക്കെ വിചാരിച്ചു. ഇതിപ്പോൾ ഒരു സഡൻ വിസിറ്റായി പോയ പോലെയുണ്ട്. കഥ തീർന്നിട്ടില്ല, കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ.
കാഴ്ചകളും തീർന്നിട്ടില്ല. കാഴ്ചകൾ കണ്ടു തുടങ്ങിയാലോ? ദിസ് ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ട് ഇൻ റിവർലാൻഡ്. റിവർലാൻഡിൽ പോണം 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 എന്ന് ഞാൻ നിർബന്ധം പിടിച്ചതിന് ഈ ഒരൊറ്റ കാര്യമുള്ളൂ. കാരണം നമ്മൾ വേറൊരു എറയിലേക്ക് എൻ്റർ ചെയ്ത പോലെ ഒരു ഫീലാണ്. ഈ ഒരു വീടും ഈ ഒരു കൾച്ചറും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്നാലും ഞാൻ പറയണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. നമ്മളുടെ യൂറോപ്യൻ കൺട്രീസിൽ മാത്രം കണ്ടുവരുന്ന ഇൻഫ്രാസ്ട്രക്ചറും അറ്റ്മോസ്ഫിയറും ആ ഒരു വീടിൻ്റെ ഭംഗി തന്നെ നോക്കിക്കേ. നമ്മൾ UK താമസിക്കുന്നവരുടെ വീഡിയോസ് കാണുമ്പോൾ ഈ ഒരു മോഡലിലെ വീടും കാര്യങ്ങളും അല്ലേ കാണാൻ സാധിക്കുന്നത്. ഇതാണ് റിവർലാൻഡിൻ്റെ വേറൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹൈലൈറ്റ്. ഈ ഒരു ഏരിയ പറയുന്നത് ഫ്രഞ്ച് വില്ലേജ് എന്നാണ്. ശരിക്കും റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം യൂറോപ്യൻ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഈ ഫയർ ഡാൻസ് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബുണ്ട്. ഈ ഫയർ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര കഴിവ് തന്നെ. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് അവർ ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ പ്രാക്ടീസും അവരുടെ എക്സ്പീരിയൻസും എന്തോരം ഉണ്ടായിരിക്കും. ഫയർ ഡാൻസൊക്കെ കുറച്ചു നേരം നിന്ന് കണ്ട് ചുറ്റുപാടൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് കണ്ടത്. പിന്നെ ഞാനും തക്കും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. തക്കു ചോക്ലേറ്റും ഞാൻ ചോക്ലേറ്റും വാനിലയും കൂടെ മിക്സ് ചെയ്ത് ആർത്തി, അല്ലാതെ എന്ത് പറയാനല്ലേ. അടുത്ത മെയിൻ സ്പോട്ട് ലെഗോലാൻഡാണ്. ലെഗോലാൻഡും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെയാണ്. ഞാൻ കയറിയില്ല, കയറണം, ഇനിയും വരുമ്പോൾ കയറണം. ഈ കാണുന്ന സ്കൈ വീല് പോലുള്ള സ്റ്റാച്യൂസൊക്കെ എന്താണെന്ന് അറിയില്ല, പക്ഷെ റിവർലാൻഡിലെ കാഴ്ചകളാണ്. കാണാനും ഭംഗിയുണ്ട്. ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നപ്പം തക്കു ഒരൊറ്റ ഓട്ടം. അവിടെ ചെന്നപ്പോൾ ദേ നിൽക്കുന്നു ജിഞ്ചർമാന്, എലിഫൻറ്റിൻ്റെ സ്കൾപ്ചേഴ്സ്, സ്നോമാന്. ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര രസമാണല്ലോ. അവരുടെ ഫേവറേറ്റ് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഇതൊക്കെ. ദേ അവിടുത്തെ പോലെ ഇവിടെയും. അവിടെ മഞ്ഞ റെയിൻഡിയർ ആണെങ്കിൽ ഇവിടെ വെള്ള റെയിൻഡിയർ. റിവർലാൻഡ് കണ്ട് 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 ഞങ്ങൾ എക്സിറ്റിലെത്തി. എനിക്ക് പറയാനുള്ളത്, റിവർലാൻഡിൽ ഞാൻ വന്നത് ഒരു കേട്ടുകേൾവി വെച്ചാണ്. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫ്രഞ്ച് വില്ലേജിനെ കുറിച്ചും റിവറിൽ കൂടെയുള്ള ഒരു ബോട്ട് യാത്രയെക്കുറിച്ചും. പക്ഷെ അതുമാത്രമല്ല, മോഷൻ ഗേറ്റും ലെഗോലാൻഡും ഒക്കെ ഉണ്ട്. ഇനിയും വരുമ്പോൾ എനിക്കതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ബൈ. Good night. Please like, share and subscribe.